Hello friends, welcome back to our channel. Friends, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഈ മെഷീനിന്റെ അകത്ത് എന്താണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോ ഇതിന്റെ അകത്ത് ഒരു ഹീറ്റർ കാണാം ഉണ്ട്. അപ്പോ ഇത് നമ്മൾ അയച്ച് വീഡിയോ പോകാൻ ഇവിടെ ഒന്നും പറയുന്നില്ല. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ഈ ചാനലിലെ വീഡിയോസ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോടൊപ്പം ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. അത് ഉറപ്പാണ്, മറക്കരുത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായി ലൈക്ക് ചെയ്യുക, അതിനോടൊപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഇവിടെ ഗ്ലൗസ് ഒക്കെ ഇട്ട് നല്ല സേഫ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇൻട്രോയില് ഗ്ലൗസ് ഇടാൻ മറന്നുപോയി. അപ്പൊ ഇതാണ് നമ്മൾ കഴിച്ചു നോക്കാൻ പോകുന്നത്. അപ്പോ ഇത് മാക്സോയുടെ ഒരു മോസ്കിറ്റോ റിപ്പൾസീവ് മെഷീനാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. നിങ്ങളെ കാണിച്ചു തരാം. ഇത് ഇപ്പോഴും വർക്കിംഗ് ആണ്. ഇത് കാണാം, നിങ്ങൾക്ക് ലൈറ്റ് കത്തിയതായിട്ട് കാണാം. ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇത് നല്ല വർക്കിംഗ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ആണ് നമുക്ക് വേണ്ടി കഴിച്ച് കാണിക്കാൻ പോകുന്നത്. നമുക്ക് ഇതങ്ങ് മാറ്റി വെക്കാം. എക്സ്റ്റൻഷൻ ബോർഡ് പോലെ. നിങ്ങൾക്ക് എക്സ്റ്റൻഷൻ ബോർഡ് നേരത്തെ തൊട്ട വീഡിയോ കാണുന്നവർക്ക് അറിയായിരിക്കും. നമ്മൾ അത് ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ ചെയ്തതാണ് നല്ല വിശദമായിട്ട്. ഫ്രണ്ട്സ്, നമുക്ക് ഇതിന്റെ അടിയിലത്തെ ഇതിന്റെ അകത്ത് വലുതായിട്ടൊന്നും ഇല്ല. ഒരു സ്റ്റിക്ക് ഉണ്ട്. അത് ഈ വെള്ളം അല്ല, ലിക്വിഡ് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാനായിട്ടുള്ള ലിക്വിഡാണ്. ഇതിന്റെ സ്റ്റിക്ക് ഒടിഞ്ഞു പോയതാണ്. ഞാൻ ഗ്ലൗസ് ഇട്ടുകൊണ്ടാണ് ഇതിലൊക്കെ പിടിക്കുന്നത്. നിങ്ങളല്ലാതെ പിടിക്കരുത്. ഇത് നല്ല ഉഗ്രം വിഷമാണ്. ഇനി ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്, നമുക്കൊന്ന് ലൂസാക്കാം. അപ്പൊ ആ സ്ക്രൂ ഊരിയിട്ടുണ്ട്. നമുക്ക് ഒന്ന് ഊരി നോക്കാം. വരുന്നില്ല, നല്ല ടൈറ്റ് ആണ്. നല്ല ടൈറ്റ് ആയിട്ടിരിക്കുകയാണ്. അതാണ് ലൈറ്റ് കത്തുന്ന ഇവിടെ കാണാം. ഞാൻ സൂക്ഷിച്ചാണ് ചെയ്യുന്നത്. നിങ്ങളാരും ഇത് വീട്ടിൽ നോക്കേണ്ട കാര്യമില്ല. ഈ വീഡിയോ കണ്ട മാത്രം മതി. ഞാൻ ഗ്ലൗസ് ഒക്കെ ഇട്ട് നല്ല സേഫ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഓൺ ആക്കിയത് കൊണ്ട് ഇത് ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. അതുപോലെ ഈ LED നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ ഒരു മഴ പോലെ ഇവിടെ ഇരിപ്പുണ്ട്. അത് ഈ LED പോകുന്ന കറണ്ട് കൺട്രോൾ ചെയ്യാനുള്ള എന്തെങ്കിലും മെറ്റീരിയൽസ് ആയിരിക്കണം. അല്ലാതെ മറ്റൊരു സംഭവങ്ങളും ഇതിൽ വെച്ചിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത്രയൊക്കെ ഉള്ളൂ. ചില മെഷീൻസിലാണെന്നുണ്ടെങ്കിൽ കമ്പോണൻസ് നമുക്ക് ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നതാണ്. ഇതിൽ പക്ഷേ കമ്പോണൻസ് ഒന്നും വേറെ കാണുന്നില്ല. ഇനിയും ഇതിനെക്കുറിച്ച് പറയാം. ഇത് നല്ല ഹീറ്റ് ആവുന്ന ഒരു സംഭവമാണ്. കുറച്ച് നേരം ഓണാക്കി ഇട്ടിരുന്നു കഴിഞ്ഞാൽ നല്ലപോലെ ഹീറ്റ് ആവും. അപ്പോൾ അത് ഹീറ്റായിട്ട് ഈ സ്റ്റിക്ക് ഉണ്ട്. ഈ സ്റ്റിക്ക് ഇതിൽ ജോയിന്റ് ആയിരിക്കേണ്ടതാണ്. ഈ സ്റ്റിക്ക് ചൂടാവും. സ്റ്റിക്ക് ചൂടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ അടി വരെ ചൂടാവും. അന്നേരം ഈ സ്റ്റിക്ക് കൂടെ വെള്ളം പിടിച്ചെടുക്കും. വെള്ളമല്ല, ഇതിൻ്റെ ഉള്ള ലിക്വിഡ് പിടിച്ചെടുക്കും. പിടിച്ചെടുത്തിട്ട് അത് ഇതുവഴി
ഈ ഹോള് വഴി പുറത്തേക്ക് പോകും. അതിൻ്റെ മണം, അതിൻ്റെ ഫ്രാഗ്രൻസ് ഈ ഹോൾ വഴി പുറത്തേക്ക് പോകും. അപ്പോൾ അതാണ് അന്നേരം ഇത് മൊസ്കിറ്റോസിന് സഹിക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആയിരിക്കുകയില്ല. അതുകൊണ്ടാണ് മൊസ്കിറ്റോസ് വരാത്തത്. പക്ഷേ മറ്റൊരു കാര്യമുണ്ട്, ആദ്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് നല്ല എഫക്റ്റീവ് ആയിരിക്കും. പിന്നെ കുറച്ച് നാൾ, ഒരു 2-3 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കിന് ഇതിൻ്റെ എഫക്റ്റ് കുറഞ്ഞു വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷെ ചിലതാണെങ്കിൽ എപ്പോഴും എന്ന് വെച്ചാൽ മിക്കവാറും എഫക്റ്റീവ് ആയിരിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റു സംഭവങ്ങളേക്കാൾ ഇത് മാറ്റി അവര് ഇതിൻ്റെ കമ്പോണൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും. എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തുള്ള ലിക്വിഡിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ അവർ ചേഞ്ച് ചെയ്യും. ആ കെമിക്കൽ കോമ്പോസിഷൻ ചേഞ്ച് ആകുമ്പോൾ ഈ കൊതുകിനെ സഹിക്കാൻ പറ്റത്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഒരു കൂട്ടം കൊതുകുകൾ ഉണ്ടെന്ന് വയ്ക്കുക. അപ്പോൾ അതിൽ ഇത് മരിച്ചു പോകുന്ന അല്ലെങ്കിൽ ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള കുറേ മൊസ്കിറ്റോസ് കാണും. അന്നേരം അതിൽ ഇപ്പം ചത്തുപോകാന്ന് വെക്കുക. അന്നേരം അത് 1, 2 അല്ലെങ്കിൽ 3, 4, 5 കുറച്ചെണ്ണം സർവൈവ് ചെയ്യും, എന്തായാലും സർവൈവ് ചെയ്യും. നേരം അതിൽ നിന്ന് എവല്യൂഷൻ ഉണ്ടായി വരുന്നതിന് ഇതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള റെസിസ്റ്റൻസ് പവർ അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി പവർ അതിന് ലഭിക്കും. അതുകൊണ്ടാണ് കുറച്ച് നാൾ കഴിയുമ്പം ഇത് എഫക്റ്റീവ് അല്ലാതായിട്ട് വരുന്നത്. ഇത് എഫക്റ്റീവ് ആകുന്നത് ചിലതിലുണ്ട്. അത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ ചേഞ്ച് ആകുമ്പോൾ പഴയതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവേ ഇതിന് കിട്ടിയിട്ടുള്ളൂ. അപ്പം പുതിയതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവ് കിട്ടിയിട്ടില്ല. അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവ് അടുത്ത ജനറേഷന് കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം. ഇത് കൊതുകുകൾക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മുടെ ജിയോ ചേട്ടൻ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തെ ലിക്വിഡ് റീഫിൽ ചെയ്യുന്ന നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലിക്വിഡ് ചേട്ടൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇനിയും ഔട്ട്രോയില്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം ഉറപ്പായും മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനോടൊപ്പം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇതിൻ്റെ അകത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന്. അപ്പോൾ ഇത്രേ ഉള്ളൂ. പിന്നെ ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഊരിയെടുക്കാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ പവർ സപ്ലൈക്ക് കൊടുക്കാനുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഇറ്റ്സ് മീ അശ്വിൻ സൈനിങ് ഔട്ട്.